പ്രിയ പ്രേക്ഷകരെ, സിംഹകുട്ടി പ്രേക്ഷകരെ, ഇന്ന് ഡേറ്റ് 18 ഡിസംബർ ആണല്ലോ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. 10 ദിവസം കഴിഞ്ഞ ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 വർഷം പ്രശ്നങ്ങൾ എന്തുണ്ടായാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വർഷമാകട്ടെ. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ലല്ലോ, പ്രശ്നങ്ങളില്ലാത്ത ലോകമില്ലല്ലോ. പ്രശ്നങ്ങളുണ്ടാകുക, അത് തരണം ചെയ്യാൻ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പ്രകൃതിയുടെ തീരുമാനമാണ്, പ്രകൃതിയുടെ നിയമമാണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ദൈവമെന്ന് പറയാം. പ്രകൃതി തന്നെ അത് വരുത്തും, അത് തന്നെ സോൾവിങ് ഉണ്ടോ, ആ സോൾവ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ 2025 വർഷം ഉപകരിക്കട്ടെ. പുഷ്പ എന്ന സിനിമയിൽ ഞാൻ ചെയ്ത റിവ്യൂവിന് എതിരായിട്ടല്ല, റിവ്യൂവിൽ വന്ന ഒരു അഭിപ്രായത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് രണ്ടാമത്തെ എപ്പിസോഡ് തുടരുകയാണ്. ഇതിൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനത് ആ വാക്ക് പിന്നെ ഈ ചിത്രത്തെക്കുറിച്ച് മാത്രമല്ല, ആ ഒരു വാക്കിൻ്റെ പവർ ഞാൻ വീണ്ടും വായിക്കുകയാണ്. ഈ കൂതറപ്പടം എന്ത് കണ്ടിട്ടാണോ കിടന്ന് ന്യായീകരിക്കുന്നത്? കൂതറപ്പടം, കൂതറ വ്യവസായം, കൂതറ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും 140 കോടി 10 കോടി ഗവൺമെൻറ് ശമ്പളം കൊടുക്കണവരൊഴിച്ച് ബാക്കിയുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്നും അതിന് എന്തൊക്കെ നടക്കണമെന്നും ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ പറയണില്ല. ഇനി ഈ കൂതറപ്പടം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. കൂതറപ്പടം എന്ന് പറയുമ്പോൾ കൂതറ വ്യവസായങ്ങൾ എല്ലാം കൂതറയാണല്ലോ ഇവർക്ക്. കാരണം പുള്ളിക്കാരൻ്റെ വീട്ടിലെ വരുമാനം ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. അല്ല ആണെങ്കിൽ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എങ്ങനെയായാലും നമ്മളെ പൈസ തന്നെയാണ് അവരുടെ വീട്ടിലും എത്തുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു തന്നെയാണ് ആ കാശെത്തുന്നത്. അപ്പോൾ ഞാൻ അത് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ ഈ പടം എങ്ങനെ ബഡ്ജറ്റിംഗ് എന്നുള്ള നിലയ്ക്ക് ഈ 400-500 കോടി രൂപ ഒരിടത്ത് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇറക്കുമ്പോൾ ഇത് എത്ര പേരുടെ കയ്യിലോട്ട് പാസ് ചെയ്തിട്ട് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, എത്ര പേര് അതിൽ ലക്ഷപ്രഭുക്കളാവുന്നു, എത്ര പേര് കോടീശ്വരമാകുന്നു, എത്ര കുടുംബങ്ങൾ ആവറേജ് വരുമാനത്തോടെ വീട്ടിൽ ചിലവ് ചെയ്ത് പോകുന്നു. ഇതാണ് ഞാൻ ഈ ഇതിൽ പറയാൻ പോകുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ മിനിമം 2500 രൂപയെങ്കിലും ഡെയിലി വേതനം ആക്കണം. അത് എല്ലാവർക്കും. അല്ലെങ്കിൽ ചെയ്യേണ്ടത് അവർക്കൊരു നോർമൽ ശമ്പളം കൊടുത്തുകൊണ്ട്, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഒരു അല്ലു അർജുൻ ഈ പടത്തിൽ ലാഭവിഹിതമായിട്ട് 15% കിട്ടണമെങ്കിൽ 3000 കോടിയിൽ 450 കോടി കിട്ടും. 10% ഡയറക്ടർക്ക് പോകണമെങ്കിൽ അയാൾക്ക് 300 കോടി രൂപ കിട്ടും. ഇങ്ങനെ എല്ലാവർക്കും, അല്ലെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കൊക്കെ കോടികളിലും 50 ലക്ഷത്തിൽ കുറഞ്ഞൊന്നും പ്രതിഫലവും ഇല്ല. ബാക്കിയെല്ലാം കോടികളിലാണ്. അപ്പോൾ ഈ ഒരു പടം ബഡ്ജറ്റ് ചെയ്യുമ്പോൾ 500 കോടി രൂപ ബഡ്ജറ്റ് ചെയ്ത പടം സാമ്പത്തികമായിട്ട് വിജയം നേടുമ്പോഴാണല്ലോ ഈ പറയുന്ന എല്ലാവർക്കും വലിയ തുക അക്കൗണ്ടിലോട്ട് ചെല്ലുന്നത്. അല്ലെങ്കിൽ അവർ കുറച്ച് കാശല്ലേ വാങ്ങുന്നുള്ളൂ. അതുപോലെ അതിലൊരു തുക, ഒരു 10% തുക ബഡ്ജറ്റ് ചെയ്യുമ്പോൾ തന്നെ പടം വിജയിച്ചു കഴിഞ്ഞാൽ ഇതിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നൽകാം എന്ന കരാർ നമ്മളെ ഏതെങ്കിലും സിനിമാ മേഖലയിലുണ്ടോ? ഇപ്പോൾ പുഷ്പയിൽ തന്നെ ഒരു 4000-5000 പേര്, ഏറ്റവും കുറഞ്ഞ 2000, എൻ്റെ കണക്കൂട്ടൽ ഒരുപാട് സീന് മാറിപ്പോണത് കൊണ്ട് ഒരു 3000 to 5000 പേര് ആ പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അതിൽ പടത്തിൽ ഭാഗമാവുന്നവരെ കുറിച്ച് ചിന്തിക്കൂ. അവർക്ക് ഈ പടം ഒരു 3000 കോടി രൂപ കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 3000 കോടി ഉണ്ടാവും, 3000 കോടി രൂപ കളക്ട് ചെയ്യുക, അതിൻ്റെ 10% മാറ്റി വെച്ചാൽ നോക്കിയാൽ 300 കോടി രൂപയായി. ഇതേ ശതമാന കണക്കിൽ, പെർസെൻറ്റേജ് ഓഫ് കണക്കല്ലേ നടന്മാരും എല്ലാവരും ഇപ്പോൾ കാശ് വാങ്ങി പണം വാരി കൂട്ടുന്നത്. എല്ലാ നടന്മാരും എല്ലായിടത്തുള്ള കാര്യമാണ് പറയുന്നത്. അത് ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, ഞാൻ ടോട്ടൽ ഇൻഡസ്ട്രിയാണ് പറയണത്. കൂതറ എന്ന് പറയുന്ന ഇൻഡസ്ട്രി, അതായത് നമ്മൾ ഈ പറയുന്ന ഇൻഡസ്ട്രികൾ ഇപ്പം ഇങ്ങനെ പണം വരുന്നു എന്നുള്ളത് ഞാൻ കാണിക്കണം. ആ പണം നമുക്ക് ഇതുപോലെ കൂടെ ചിലവാക്കാനുള്ള ഒരു സന്മനസ് എൻ്റെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണവർ കാണിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 3000 കോടി കളക്ട് ചെയ്യുന്ന പടത്തിൽ 300 കോടി രൂപ മാറ്റി വെച്ചിട്ട് 5000 പേരുടെ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സീൻ ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ ഈ നാട്ടിൽ എല്ലാവരും കൈയെടുത്ത് കുമ്പിടും. പകരം വരുന്ന പൈസ ഇത്ര പെർസെൻറ്റേജ് അല്ലു അർജുൻ്റെ അക്കൗണ്ടിലോട്ട് പോകുന്നു, കുറേ ഡയറക്ടർക്ക് പോകുന്നു, പ്രൊഡ്യൂസേഴ്സ് നല്ല ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ലോസ് വന്നാലോ എന്ന്. ലോസ് വന്നാൽ ഇവർക്ക് കൊടുക്കുന്ന പോലെ തന്നെയല്ലോ അവർക്കും ചെറിയൊരു പേയ്മെൻറ്റല്ലേ കൊടുക്കുന്നുള്ളൂ. എല്ലാം കൊടുക്കണുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയല്ലോ ഇൻഡസ്ട്രി പോകണം. തൽക്കാലം നിലനിൽപ്പോ അല്ലെങ്കിൽ തൽക്കാലം ഭക്ഷണം കഴിച്ചല്ലേ പോകണോ. അപ്പോൾ ലാഭം വരുമ്പോൾ തന്നെയല്ലോ ഇവർക്ക് വിഹിതം പോണത്. അല്ലെങ്കിൽ പറയണേ നടന്മാർക്ക് കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ തന്നെയല്ലോ കൊടുക്കുന്നത്.
അപ്പം എന്തിന് നടന്മാർ ലോസ് വന്ന പൈസയുടെ 90% തിരിച്ചു കൊടുക്കണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ചോദിക്കണം, അവർ അധ്വാനത്തിന് ഫലമില്ല. അധ്വാനത്തിന് ഫലം പറഞ്ഞത് വിജയിക്കുമ്പോഴാണ് അതിൻ്റെ എത്രയോ മടങ്ങ് ഇതുപോലെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവണം വലിയ രീതിയിൽ, അല്ലേ? അങ്ങനെയല്ലേ അല്ലു അർജുൻ്റെ അടക്കമുള്ള അല്ലെങ്കിൽ രജനീകാന്ത് അടക്കമുള്ള ഇന്നത്തെ ഇതിന് തെലുങ്കിലായാലും കന്നഡയിലായാലും പിന്നെ എല്ലാ മലയാളത്തിലായാലും എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ കോടികൾ പോകണം. എല്ലാവരും സ്വന്തം സിനിമാ കമ്പനികളിലൂടെ ഉണ്ട്. ഇപ്പോൾ 10 പടം പൊളിഞ്ഞിട്ട് 2 പടം ഓടിയാൽ മതി, അവന് കറക്റ്റാവും. സിനിമാ കമ്പനി ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് മലയാളത്തിലാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ആരും പേരൊന്നും പറയണില്ല, അത് പറയാനുള്ള വേദിയല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ 10,000 കുടുംബങ്ങൾക്ക് അവരൊക്കെ മക്കൾക്ക് ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ അവർ നല്ലൊരു വീട് വയ്ക്കാനും ഒക്കെ ഇതൊരു വലിയൊരു ഉപകാരപ്രദമാകും. ഇത് ഞാൻ അല്ലു അർജുൻ്റെ അടുത്തും മാത്രമല്ല മൈത്രി മൂവീസിനടുത്തും ഇത്രയും നല്ല സിനിമ, അതായത് ഈ രീതിയിൽ പടം യാഥാർത്ഥ്യത്തോടെ പൊളിച്ചടുക്കി കാണിക്കാനുള്ള ധൈര്യം കാണിച്ചതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യണതാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞാൽ ഞാൻ പറയും കേട്ടോ. ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു ബ്ലോഗിലും പറയും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബഡ്ജറ്റിങ്ങിലെ കണക്കിലോട്ടൊക്കെ വരാം. നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെ തൊഴിലുണ്ടാവണം. ആദ്യ ചുവട് പറയാം. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ സുകുമാർ. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ നിങ്ങളിത് സ്ക്രീനിൽ അങ്ങ് വായിച്ചു പോകും. നമ്മൾ ഈ ഒരു പടം 500 കോടി രൂപ വരെ ബഡ്ജറ്റിൽ ഒരു പടം ചെയ്യുമ്പോൾ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ കംപ്ലീറ്റ് സുകുമാറിന് ചെയ്യാൻ പറ്റൂല. ഒരു 2 കോടി രൂപയോ 1 കോടി രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ടറും 1, 2, 3 അസിസ്റ്റും മതി. ഇതിൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ 500 കോടി രൂപ വരെ ബഡ്ജറ്റ് ആകുമ്പോൾ സുകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെ കീഴിൽ 10 മുതൽ 50 വരെ അസിസ്റ്റുകളുണ്ടാവും. അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന പ്രധാന ആളിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന, ആ പ്രോജക്റ്റിന് വേണ്ടി പണിയെടുക്കുന്ന നല്ല തലച്ചോറുള്ളവന്മാർ. ഈ അസിസ്റ്റുകളൊക്കെ കൂടെ ഒത്തുചേർന്നാണ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യുകയും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ആ സൗകര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് നമ്മൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ വന്നിരുന്ന് പടം ഡയറക്റ്റ് ചെയ്യുകയും മറ്റ് നടന്മാർ വന്ന് അഭിനയിച്ചിട്ട് പോവുകയും ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ ഈ കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റ്, ആർട്ട് ഡയറക്ഷൻ, കോറിയോഗ്രാഫി, ഇത് നിങ്ങൾ കാണാൻ അതിനകത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം ഒരുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് കാണും. അപ്പോൾ ഒരു സുകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കീഴിൽ 500 കോടി രൂപ ബഡ്ജറ്റിൽ 50 അസിസ്റ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവുമെന്ന് വെച്ചോളൂ. ഒരാളുടെ ശമ്പളം നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. നക്കാപ്പിച്ച ശമ്പളമൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള പോലെ. അവൻ്റെയൊക്കെ ശമ്പളം 10 മുതൽ 50 ലക്ഷം രൂപ വരെ പോവും നല്ല അസിസ്റ്റിന്. അവനെ നിങ്ങളൊരു ചെറിയ ജോലി കൊടുത്തിരുത്തിയായിരിക്കും. അവൻ്റെ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ കൂടെയാണ് പോയി നിൽക്കുന്നത്. അവന് നല്ല ശമ്പളത്തിൽ ജോലി കൊടുത്ത് നിങ്ങളൊരു ഓഫീസ് ഇരുത്തിയാൽ പറഞ്ഞ് ഈ പിള്ളേരൊന്നും ഇരിക്കൂല, ആരും ഇരിക്കൂല. ഒന്നാമത് ഇഷ്ടപ്പെട്ട പണിയോട് ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 50 അസിസ്റ്റ് സുകുമാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ശമ്പളം എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ പോവും ആവറേജ്. അപ്പോൾ എത്ര പേർക്ക്, 50 പേർക്ക് അവിടെ തൊഴിലായ? അതോ 50 പേരുടെ ബ്രില്യൻഷിപ്പ് ക്ലിയർ ആവണം. അല്ലാതെ ഒരു കൂതറ എന്ന് പറഞ്ഞ ഈ സാധനം ചുമ്മാ ഇങ്ങ് പോരണയല്ല. നമ്മളൊരു ബ്ലോഗ് ചെയ്യും പോലെ 5-6 സാധനം മാറ്റിതാവിന് ഒരു മൊബൈൽ ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യും പോലെ, ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട് ബ്ലോഗ് ചെയ്യും പോലെ ഇങ്ങ് തുറന്ന് വരണയല്ല ബായ് കൂതറ. ചുമ്മാ തുറന്ന് പറഞ്ഞതാണ് ഇതൊക്കെ. അത് നമുക്കിതല്ലേ. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഈ ബ്ലോഗ് ചെയ്യാൻ പോലും ചെറിയ എക്സ്പെൻസ് ഉണ്ട്. നിങ്ങളാലോചിച്ച് ഒരു സാധാരണ രീതിയിൽ ബ്ലോഗ് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം, പിന്നെ അത് ഡാറ്റ റീചാർജ് ചെയ്ത് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ യൂട്യൂബിന് കൊടുക്കണം. ഇതിനെല്ലാം ഫണ്ട് വേണ്ടേ? അതിന് പോലും ഒരു 1000 രൂപ ചിലവ് വരണില്ലേ? നിങ്ങളൊരു റീല് നോക്കിക്കുക. നിങ്ങളൊരു എക്സാമ്പിൾ ഒരു റീല് ചെയ്യണ കണ്ടിട്ടുണ്ടോ കുട്ടികൾ? ഒരു 5-6 പേര് എന്നൊരു റീല് ചെയ്ത് നോക്കിയാൽ അതിനുകൊണ്ട് എക്സ്പെൻസ്, അത് ചെയ്യാനുള്ള ചെറിയ ചെറിയ സാധനം വാങ്ങണം, അങ്ങനെ പല കാര്യങ്ങളും വാങ്ങണം. ഇതെല്ലാം വാങ്ങി ക്രോഡീകരിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ 2000-3000 രൂപ ചിലവ് വരും. പിന്നെ ഇതുകൊണ്ട് തീരുമോ? ഇത് നിങ്ങൾ ഇതിൽ നിന്ന് മെമ്മറി കാർഡ് വാങ്ങണ്ടേ ഇതിനിടെ? ആ മെമ്മറി കാർഡിന് തന്നെ 750-1000 രൂപ വിലയുണ്ട്. സ്പീഡിൽ പോകണമെങ്കിൽ പിന്നെയും കൂടും. പിന്നെ ഇതുകൊണ്ട് തീരുമോ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത്? ഇതിനെ നിങ്ങൾക്ക് യൂട്യൂബിലോട്ടോ മറ്റൊന്നിലോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. ഇത് ഡാറ്റ സൂക്ഷിക്കാൻ പിന്നെ ഒരു ഹാർഡ് ഡിസ്ക് വേണം. ഇങ്ങനെ ഇതെല്ലാം കാശ് ചിലവല്ലേ? അപ്പോൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും 2000 മുതൽ 5000 രൂപ വരെ ഒരു എപ്പിസോഡിന് ശരാശരി ചിലവുണ്ട്. വലിയ രീതിയിൽ കാര്യങ്ങൾ റീൽ ചെയ്യുന്ന പിള്ളേരുണ്ട്. അത് 50,000-1 ലക്ഷമൊക്കെ ചിലവ് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ബഡ്ജറ്റും അതിന് കുറേ ആൾക്കാരും ഉണ്ടോ, അതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, 500 കോടി രൂപ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര അസിസ്റ്റ് വേണമെന്ന്, എത്ര പേരുടെ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് അതിനകത്ത്. അപ്പോൾ 50 പേർക്ക്, ഞാനാണ് പറഞ്ഞത് 50 പേർക്ക് ലക്ഷപ്രഭുക്കളാവേണം ശരാശരി. അപ്പോൾ തന്നെ അത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം.
സ്റ്റോറി. ഒരു പടത്തിന് കഥ എഴുതുമ്പോഴത്തേക്ക് കഥ എഴുതിയിട്ട് ആ കഥ വച്ച സിനിമയാവില്ല, ഒരു പ്രോഡക്റ്റ് ആവില്ല. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് നമ്മളൊരു കണ്ടെയ്നൻറ്റ് കണ്ടുപിടിച്ച ഉടനെ പ്രോഡക്റ്റ് ആവില്ല. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കണ്ടുപിടിച്ച് അതിന് വലിയ ലൈസൻസുകളെടുത്ത് അതിന് മറ്റേതിന് ഫാക്ടറികൾ സ്ഥാപിച്ച് അത് പിന്നെ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ തീരും. പിന്നെ മാർക്കറ്റിംഗ് ഉണ്ടാക്കി അത് വേൾഡ് വൈഡ് ആക്കി ഇങ്ങനെ പോകണം. എങ്കിലേ അത് വലിയ ഫണ്ടായിട്ട് ഒന്ന് തൊഴിലായിട്ട് മാറുള്ളൂ. തൊഴിൽ പറഞ്ഞ വഴിയാണ് ഞാനൊക്കെ പറയണത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടത് പുഷ്പ സിനിമയെ പ്രൊമോട്ട് ചെയ്യണമല്ലല്ലോ സുഹൃത്തെ. നിങ്ങളതിനെ കൂതറ ഒരു കാര്യത്തെ കൂതറ എന്ന് പറഞ്ഞിട്ട് അടിച്ച് താത്തപ്പോൾ ആ പണം അത് വരുന്ന വഴി പറയണതാണ്. അപ്പോൾ നോക്കിയ ഒരു സ്റ്റോറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇതുപോലെയുള്ള വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റോറി ലൈനപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോറി മാത്രമാണ് സുകുമാർ ഉണ്ടാക്കുന്നത്. അതിനെ പിന്നെ സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് സീൻ ബൈ സീൻ ആക്കണം. സീൻ ബൈ സീനൊക്കെ ആക്കാൻ കരുതി പ്രത്യേകം പിള്ളേരെ വെച്ചിട്ടുണ്ട്. അതിന് 4-5 അസിസ്റ്റൻ്റ്. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ 50,000 25,000 ശമ്പളത്തിനല്ല ഇവരാരും ഇരിക്കുന്നത്. ശരാശരി ശമ്പളം എന്ന് പറയുന്നത് ഇവർ ആവറേജ് സാലറി ഉണ്ട് 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ പോവും. അങ്ങനെ ഒരു 3-4 പേരുണ്ടാവും സ്റ്റോറി ലൈനപ്പ് തയ്യാറാക്കാൻ. അയാൾ സ്ക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റോറി ലൈനപ്പ് തയ്യാറാക്കിയിട്ട് അതിനെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, അതിനെ എഫക്റ്റ് ചെയ്യിക്കേണ്ടതുണ്ട്, വേറെ രീതിയിലോട്ട് സീനിലോട്ട് മാറ്റേണ്ടത്. അവിടെ തന്നെ 5-6 പേർക്ക് തൊഴിൽ കിട്ടിയെന്ന് മനസ്സിലാക്കണം. ഒന്ന് അസിസ്റ്റ് 50, ഇവിടെ 5-6 പേർക്ക് അവിടെ തന്നെ 4-5 പേരെ. അതിന് നല്ല ടെക്നോളജിയുള്ള പിള്ളേരാണ് ഇരിക്കുന്നത്. പിന്നെ വരുന്നത് സ്ക്രീൻ പ്ലേ, കഥ, തിരക്കഥ തയ്യാറാക്കണം. തിരക്കഥ സുകുമാർ തയ്യാറാക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ അയാളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തിരക്കഥ എഴുതിയാൽ പോരാ, തിരക്കഥയ്ക്ക് സീൻ ഇടണം. നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണില്ലേ, ഈ തിയേറ്ററിൽ കാണുന്ന ഈ സിനിമ നിങ്ങൾ നോക്കിയേ, 3 മണിക്കൂർ 20 മിനിറ്റ് ഉള്ള സിനിമയെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് സീൻ എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിന് ഒരു സീനിൽ നിങ്ങൾ നോക്കി നോക്കിയേ, ഇതാ ഞാനിരിക്കുന്ന ഈ സീനിൽ പോലും എൻ്റെ ഈ ചുറ്റുവട്ടത്ത് എന്തുണ്ടോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ ആ സിനിമയിൽ നോക്കിയോ, 1 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഡാൻസ് സീന് പാസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ 1 സെക്കൻഡ് തന്നെ 50 പേര് വന്ന് അടിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത 1 സെക്കൻഡിൽ തന്നെ 10-25 കുടുംബ ആർട്ടിസ്റ്റുകൾ വരണം, അടുത്ത സെക്കൻഡിൽ തന്നെ 10-100 പേര് പ്ലേ ബാക്കിൽ ഒരു ഗ്രാമം എന്തെങ്കിലും കാണിക്കുന്നു. ഇതെല്ലാം സ്ക്രീൻ പ്ലേക്കകത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് സീൻ തയ്യാറാക്കണം. സീൻ തയ്യാറാക്കാൻ നല്ല മിടുക്കന്മാരായിട്ട് അതിലും വച്ചിട്ടുണ്ടാവും 10-15 പേര്. അവരെ ശമ്പളം നിങ്ങൾ പറയുന്ന പോലെ 5,000, 2,000-നും 10,000-നും ആരെയും കിട്ടൂല ഭായി. അങ്ങനെയുള്ളവർക്കുള്ള അല്ല പണി. ബുദ്ധിരാക്ഷസന്മാരായ, ഭാവനയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, സീനിന് ഭാവന വേണം. അല്ല ചുമ്മാ ഒന്നൊരു സീനുണ്ടായിഞ്ഞ് വരൂല. കൂതറ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്, കൂതറ പറയാൻ എളുപ്പമാണ്, സീനുണ്ടാവൂല ഭായി. അതിന് 8-10 പേര് അത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അവർ തയ്യാറാക്കണ സീൻ സീക്വൻസിയെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് സെറ്റിനകത്ത് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണത്, ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ, മറ്റ് കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിന് ഷൂട്ട് ചെയ്തെടുത്ത സാധനമാണ് നിങ്ങൾ ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് നിസ്സാരം പോലെ കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യണ്ട. തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞോളൂ. പക്ഷേ കൊല്ലണേനൊക്കെ ഒരു പരിപാടിയില്ലേ, ഇങ്ങനെയൊക്കെ കൂതറ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പറഞ്ഞത് ഡയലോഗ്, സ്ക്രീൻ പ്ലേക്കൊപ്പം ഡയലോഗ് എഴുതും. പിന്നെ ആ ഡയലോഗ് സ്ക്രിപ്റ്റിലോട്ട് മാറ്റിയിട്ട് സിസ്റ്റത്തിലോട്ട് മാറ്റി പ്രിൻ്റ് ഔട്ട് ചെയ്യുക. അതിനും വച്ചിട്ടുണ്ട് ബ്രില്യൻ്റ് പിള്ളേർ. ഇതെല്ലാം ഒരേ ടീമിൻ്റെ വർക്കാണ് പോണത്. അവിടെയും വരണം 3-4 പേർക്ക് തൊഴിൽ, വലിയ ശമ്പളത്തോടുകൂടി. ഇവരൊക്കെ ലക്ഷപ്രഭുക്കളാവും ഒരു പടം കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഡയറക്ഷൻ, സുകുമാറിൻ്റെ ജോലി. സുകുമാർ ഈ ജോലി ചെയ്യുമ്പോൾ ഈ 50 അസിസ്റ്റും ഇവരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ സെറ്റിൽ വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറയുന്ന ഉപ്പ് മുതൽ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയും. അതായത് എന്തും ഇവർ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമ്പോഴാണ് നമ്മളെ നായകനും നമ്മൾ മെയിൻ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ക്യാമറയ്ക്ക് അഭിനയിക്കുന്നത്. മനസ്സിലാവണുണ്ടോ? കൂതറ എങ്ങനെ ഉണ്ടാവണമെന്ന് മനസ്സിലാവണം. എത്ര പേർക്ക് തൊഴിൽ കിടക്കണമെന്ന് മനസ്സിലാവണം. ഈ മേഖലയിൽ വർക്ക് ചെയ്യണ എല്ലാവരും തന്നെ ഞാൻ പറയണത് ലക്ഷപ്രഭുക്കളാവും. ആ വലിയ ബഡ്ജറ്റ് സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു 2 കോടി ബഡ്ജറ്റിലാണ് സിനിമ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ അസിസ്റ്റൻ്റ് വെച്ചാൽ അവർക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കും? 25,000 രൂപ മുതൽ 50,000 രൂപ വരെ. അവരൊരിക്കലും ലക്ഷപ്രഭുക്കളാവില്ല. അവർ വീട് കഴിഞ്ഞ് പോകുന്നുള്ളേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ 50,000 രൂപ ഇട്ടിട്ടൊക്കെ ഇപ്പോൾ ഇവിടെ എന്താവാനാണ്? അങ്ങനെ കഴിഞ്ഞുള്ളൂ. അത് ചെറിയ ബഡ്ജറ്റിൽ. വലിയ ബഡ്ജറ്റ്, അപ്പോൾ ചെറിയ ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ചെറിയ രീതിയിൽ കാര്യങ്ങളുണ്ട്. അവിടെയും തൊഴിലുണ്ടാവുകയാണ്. അതിനെയും നിങ്ങൾ കൂതറ എന്ന് വിളിക്കും, അതിനെയും കൂതറ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട്
വലിയ ബഡ്ജറ്റിലുണ്ടാകുമ്പോഴാണ് ഈ ചെറിയ തൊഴിൽ ചെയ്യുന്ന ഈ അസിസ്റ്റുകളൊക്കെ ലക്ഷപ്രഭുക്കളാവണം. അവരുടെ കുടുംബം ലക്ഷപ്രഭുക്കളാവും. അവർ നല്ല വീട് വാങ്ങും, അവർ നല്ല കാറ് വാങ്ങും, അവർ അത്യാവശ്യം പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർ കൂടുതൽ പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യും. ഇതൊക്കെയാണ് മാർക്കറ്റിൽ സെയിൽസായി മാറുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ എവിടെയെങ്കിലും പിന്നെ ഇവിടെ ഈ ചുമ്മാ ഇരുന്നിട്ട് ചെറിയ പരിപാടി ചെയ്യണവർക്കൊന്നും മാർക്കറ്റിൽ ഇത് വരില്ല. അങ്ങനെ എല്ലാ തൊഴിലും കൊടുത്ത് ആണ് തൊഴിൽ വരുമ്പോഴാണ് ഒരു മേഖല ഡെവലപ്പ് ആവുകയും അവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും ആ തൊഴിൽ നിങ്ങളുടെ വീട്ടിലെ വരുമാനമായി വരികയും നിങ്ങളുടെ വീട് ജീവിച്ചു പോവുകയും ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഇവിടെ ഇത്രയും പേര് ഏകദേശം ഒരു 100 പേരോളം ഈ ഒരൊറ്റ പടത്തിൻ്റെ ആദ്യത്തതേ ഞാൻ പറഞ്ഞുള്ളൂ തൊഴിൽ പറഞ്ഞ വഴികിട്ട് ലക്ഷപ്രഭുക്കളായി. ഇനി സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ വാങ്ങുന്ന പൈസ ഞാൻ പറയണ്ടല്ലോ. 10% അയാളുടെ പ്രോഫിറ്റ് കണക്കായി കഴിഞ്ഞാൽ 300 കോടി രൂപ അയാൾ അക്കൗണ്ടിൽ പോകും, പ്രോഫിറ്റ് ഓഫ് ലെവലാണെങ്കിൽ. അല്ലെങ്കിൽ തന്നെ അയാളെ ബേസിക് റേറ്റ് 70-80 കോടി രൂപയാണ് പടം ഡയറക്റ്റ് ചെയ്യാൻ. 120 ആവുമെന്ന് പറയണായിട്ട് എനിക്കറിയില്ല കേട്ടോ, അനൗദ്യോഗിക കണക്കുകളാണ്. ശരി, 70, 100, 80 വിടണ്ട, 50 കോടി രൂപ അയാൾ വാങ്ങുന്നുണ്ടാവും. അപ്പോൾ പിന്നെ സുകുമാരൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒരു കോടീശ്വരൻ പറഞ്ഞില്ലേ, 10-100 ലക്ഷപ്രഭുക്കൾ പറഞ്ഞില്ലേ, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ട് അവർ സമ്പന്നരായില്ലേ. ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ബഡ്ജറ്റ്. കൂതറ മോനെ, കൂതറ. ഇങ്ങനെ കൂതറകൾ സൃഷ്ടിച്ചാലേ വ്യവസായം വരൂ, ഇവിടുത്തെ നിങ്ങളെയൊക്കെ വീടുകളിൽ പണം വരൂ. പിന്നെ ഇവരടയ്ക്കുന്ന ടാക്സാണ് മോനെ നമ്മളിരുന്ന് ഉറങ്ങുകയും നമ്മൾ ഈ ജനങ്ങളെ ശല്യപ്പെടുത്തിയിരുന്ന് എന്താ പറയണേ അടിയാൻ കുടിയാൻ വ്യവസ്ഥ പോലെ മറ്റോ ജീവിച്ച് കാണിക്കണത്. മനസ്സിലാവണുണ്ടോ? ഇതാദ്യത്തെ സ്റ്റേജായുള്ളൂ. ഈ 16 മിനിറ്റായി ഞാൻ ഒരു പാർട്ടാണ് വായിച്ചത്. ഇതിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറഞ്ഞു. പ്രിയ എൻ്റെ പ്രേക്ഷകരെ, പ്രിയ എൻ്റെ സിംഹക്കുട്ടി പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നവരാട് ചിന്തിക്കൂ. നിങ്ങൾ ചിന്തിക്കണ 5 പേര് മതി ഈ ലോകം മാറ്റാൻ. 100-ൽ 5 പേരുണ്ടെങ്കിൽ ലോകം മാറും. ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ 95% ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യണില്ല, താല്പര്യവും ഇല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അങ്ങനെയാണ് ഇതുപോലുള്ള ചിത്രങ്ങളുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫീലിങ്സോടെ പറയും. പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇത്രയും വേൾഡ് വൈഡ് ഇന്ന് ഏകദേശം 1650 കോടി രൂപ കളക്ഷനിൽ നിൽക്കുമ്പോൾ മലയാളിക്ക് കൂതറയായിപ്പോയി, ഭയങ്കര കൂതറയായിപ്പോയി. അല്ല, കൂതറ തന്നെ. കാരണം ഓൾറെഡി ഇപ്പോൾ 100 പേര് ലക്ഷപ്രഭുക്കളുമായി, ഒരാൾ കോടീശ്വരനുമായി. കൂതറടാ. നിങ്ങൾ കൂതറയായിട്ടിരിക്കും, പൈസ ഉണ്ടാക്കും, പ്രോജക്റ്റ് ചെയ്യും, വളരും, നാട്ടിൽ പൈസ വരും. ഈ വരുന്ന പൈസയൊക്കെ പ്രോജക്റ്റ് ഉണ്ടാകുമ്പോഴാണെന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം, എൻ്റെ പ്രേക്ഷകർ ചിന്തിക്കണം. ഇനി താഴോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ വിട കാണിക്കുക. അതാണ് പറഞ്ഞത്, ഇനി ഒരു 4 എപ്പിസോഡുകൂടെങ്കിലും ചെയ്താലേ ഇതിൻ്റെ ടോട്ടാലിറ്റിയിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടണം, എത്ര പേര് കോടീശ്വരന്മാരാവണ്, എത്ര പേര് ലക്ഷപ്രഭുക്കളാവണ്, എത്ര കോടി രൂപ ഇന്ത്യക്ക് ടാക്സ് കിട്ടണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്ന സാധനം ഉയർത്തുന്നതും നമ്മുടെ സോഴ്സ് വർദ്ധിപ്പിക്കുന്നത്. ഇൻകം സോഴ്സ് കൂടിയാൽ മാത്രമേ രാജ്യ സമ്പത്തിലോട്ട് വളരൂ എന്ന് ഞാൻ ഒരിക്കൽ ഓർമ്മിച്ചുകൊണ്ട് 2ാമത്തെ എപ്പിസോഡ് സൈനിങ് ഓഫ്. അല്ലെങ്കിൽ ഞാനൊന്ന് പുറത്തോട്ട് പോകുന്നു. നോബക്സോളോ.